ഓക്കെ. സോ നമുക്ക് 23rd മാർക്കറ്റാണ് നമ്മൾ പ്രീവിയസ് ഡേയിൽ അനാലിസിസ് ചെയ്ത്. ഓക്കെ. അപ്പോൾ അടുത്ത 24th മാർക്കറ്റ് അനാലിസിസ് ചെയ്യാം. 24th സെപ്റ്റംബർ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി ലെവൽസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിഫ്റ്റിയിലും സെൻസസിലും ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലെവൽസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാം. ആദ്യം തന്നെ ഈ കാണുന്ന മേജർ ആയിട്ടുള്ള ലെവൽ ഞാൻ കാണിച്ചു തരാം. അതായത് നിഫ്റ്റിയിൽ സൂം ഔട്ട് ചെയ്യുവാണെങ്കിൽ ഏകദേശം ബാക്കിൽ പോവുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടൊരു ബൈങ് നടന്നേക്കുന്നുണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് കണ്ടോ സ്ട്രോങ് ആയിട്ടൊരു ബൈങ് നടന്നേക്കുന്നുണ്ടോ. ഈ ഒരു ബൈ മൂവ്മെന്റ് ഏകദേശം ഒരു ഇത് ആക്ച്വലി നടന്നേക്കുന്ന 15th മാർക്കറ്റിലാണ്, സെപ്റ്റംബർ 15th മാർക്കറ്റിൽ ഈ ഒരു സ്ട്രോങ് ബൈങ് നടന്നിട്ട് ഒരു 50% പോലും മാർക്കറ്റ് റിട്രേസ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് മൊമെന്റം ആണ് നടന്നേക്കുന്നത്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു, ഒരു എം പാറ്റേൺ അല്ലെങ്കിൽ ഡബിൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് എന്നിട്ട് സ്ട്രോങ് മൊമെന്റം ആണ് 15th മാർക്കറ്റിൽ അല്ലെങ്കിൽ 16th മാർക്കറ്റായിട്ട് മാർക്കറ്റ് ഇവിടുന്ന് മൊമെന്റം തന്നേക്കുന്നത്. ഒരു 50% പോലും മാർക്കറ്റ് ഇവിടുന്ന് റീട്രേസ് ചെയ്യാതെ ഡയറക്റ്റ് മൊമെന്റം ആണ്. സോ ഹെവി ബയേഴ്സ്, സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് ഇവിടെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ സ്റ്റോപ്പ് ലോസ് താഴെ അല്ലെങ്കിൽ 50% റീട്രേസ്മെന്റിൽ അല്ലെങ്കിൽ താഴെയായിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് റീട്രേസ്മെന്റ് ആണ്, അതുകൊണ്ടാണ്. അതുകൂടാതെ തന്നെ അതേ സമയം തന്നെ സെൻസസ് നോക്കുവാണെങ്കിൽ സെൻസസിൽ അതേ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. 15th സെപ്റ്റംബർ ടു 16th സെപ്റ്റംബർ നോക്കുവാണെങ്കിൽ വേണ്ട ഒരു ഡബ്ല്യു പാറ്റേൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, സ്ട്രോങ് മൊമെന്റം വിത്തൗട്ട് റീട്രേസ്മെന്റ്. സോ ഇവിടെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, സ്ട്രോങ് പൊസിഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ലെവൽ ഞാൻ മാർക്ക് ചെയ്തത്. കാരണം മാർക്കറ്റ് അടുത്ത് വരുന്നതോറും ഈ ലെവൽ അടുത്ത് വരുന്നതോറും ഇവിടുന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാനും അവരുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലെവൽ ഞാൻ മാർക്ക് ചെയ്തത്. ഒരു ബൗൺസിംഗ് ലെവൽ എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്തത്. സോ സൂം ഡൗൺ ചെയ്യുവാണെങ്കിൽ 23rd മാർക്കറ്റിന്റെ നോക്കി അറിയാം, ആ ലെവലിൽ ഏകദേശം 23rd മാർക്കറ്റിൽ ഡൗൺ വന്നിട്ട് ഏകദേശം ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് നിയർ ബൈ ഈ ബൗൺസിംഗ് ലെവലിൽ നിന്ന് ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്നത്. സോ അപ്പൊ ഇവിടുത്തെ ബയേഴ്സ് വീണ്ടും പൊസിഷൻ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റ് നിയർ ബൈ വന്നിട്ടാണ് മാർക്കറ്റ് റിട്രേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് നിയർ ബൈ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് റിട്രേസ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ലെവലിൽ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നുള്ള രീതിയിൽ ബയേഴ്സിന് ഒരു പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ആവും. അതായത് ഈ ലെവലിൽ ടച്ച് പോലും ചെയ്യാതെ ലെവലിന്റെ അടുത്ത് വന്നിട്ട് മാർക്കറ്റ് റിട്രേസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണെന്ന് ബയേഴ്സ് തിങ്ക് ചെയ്യും. അവരെന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ലെവൽസ് കട്ട് ചെയ്യുമ്പോഴേക്കും അവർ ബൈയിങ് പൊസിഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഓരോ സ്വിങ് കണ്ടോ, ഇതേപോലത്തെ മൾട്ടിപ്പിൾ സ്വിങ് ബ്രേക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യും, ബൈയിങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും, പുതിയ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും. സോ അത് തന്നെയാണ് മാർക്കറ്റിനും വേണ്ടത്. മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റിന് ലിക്വിഡിറ്റി ആണ് വേണ്ടത്. ഈ ഒരു ലെവലിന് നിയർ ബൈ മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോഴേക്കും എന്നിട്ട് ഓരോ മൾട്ടിപ്പിൾ സ്വിങ് ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന മാർക്കറ്റിന് അറിയാം. സോ അതിനുവേണ്ടിയാണ് മാർക്കറ്റ് ഇങ്ങനെ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് മുകളിലേക്ക് പോയി. അതുകൂടാതെ നമ്മൾ ഓൾറെഡി ഈ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഡേ ലോ ആണ്. പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്ത് ഓക്കെ, പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു. അത് കൂടാതെ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇത് കണ്ടോ, ഈ ഒരു ലെവലിൽ നിന്ന് നിയർ ബൈ വന്നിട്ട് ബൗൺസ് ആയിരിക്കുന്ന ഈ ലെവൽ കണ്ടോ, ഈ ലെവലിൽ നിന്ന് ടോപ്പ് വരെ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് കൂടി മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ 50% to 61% റീട്രേസ്മെന്റിൽ വന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് മാർക്ക് ചെയ്യുമ്പോഴേക്കും അതിന്റെ 50 to 61% റീട്രേസ്മെന്റിൽ ബയേഴ്സ് ഉണ്ട്. ഓക്കെ, അവിടെ ബയേഴ്സ് ഉണ്ട്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ്. സോ അവിടെ ബയേഴ്സ് ഉണ്ട്. സോ ആ ലെവലിൽ വന്നിട്ടാണ് എന്ത് ചെയ്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുന്ന് മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടുന്ന് ഇതിന്റെ നിയർ ബൈ മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിന്റെ 50% റീട്രേസ്മെന്റിൽ വന്നിട്ട് അവിടുന്ന് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നിൽക്കുന്നു. സോ നിഫ്റ്റിയിൽ 2 ലെവൽ ഓഫ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടുന്നുള്ള മൂവ്മെന്റ്, ഇവിടുന്നുള്ള ഡബ്ല്യു മൂവ്മെന്റത്തിന്റെ ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. അതുകൂടാതെ ഈ 50% ആ ഒരു മൊമെന്റത്തിന്റെ 50% റീട്രേസ്മെന്റിലും ഇവിടുന്നും ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, നിഫ്റ്റിയിൽ 2 ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ സെൻസസ്, അടുത്ത സെൻസസിലെ ലെവൽ വെച്ച് നോക്കാം. സെൻസസിലെ ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ അതേ ലെവലിൽ തന്നെ 23rd ഇത് കണ്ടോ,
സെൻസസ് നോക്കി, സെൻസസ് നോക്കുവാണെങ്കിൽ ആ 15th 16th മാർക്കറ്റില്, സെപ്റ്റംബർ മാർക്കറ്റ് ആ ലെവലിന്റെ നിയർ ബൈ, കറക്റ്റ് ആ ലെവലിന്റെ നിയർ ബൈ വന്നിട്ട് ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി ബയേഴ്സിനെ ഈ ഒരു ഓരോ സ്വിംഗും കട്ട് ചെയ്യുമ്പോഴേക്കും ബയേഴ്സ് ഇവിടുന്ന് ആക്ടിവേറ്റ് ആകും. അതുകൂടാതെ 82,000 എന്നുള്ള റൗണ്ട് നമ്പർ കണ്ടോ, ഈ 82,000 എന്നുള്ള റൗണ്ട് നമ്പറിന്റെ മുകളിൽ പോകുമ്പോഴും ഈവൻ മോർ ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. സോ സെൻസസ് നോക്കുവാണെങ്കിൽ സെൻസസും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സെൻസസിന്റെയും ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഡയറക്റ്റ് മൊമെന്റത്തിന്റെ ബോട്ടം ടു ടോപ്പ് വരെ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എടുത്ത് നോക്കുവാണെങ്കിൽ കണ്ടോ, ഈ കാണുന്ന ലെവൽ കണ്ടോ, ഇത് 50% to 61% റീട്രേസ്മെന്റ് ലെവലാണ്. സോ അതിന്റെ മുകളിൽ, ആ ലെവലിന്റെ മുകളിൽ വന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത്. ഇവിടുന്നും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. അതുകൂടാതെ 82,000 എന്നുള്ള റൗണ്ട് നമ്പറിന്റെ മുകളിലും ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് അവിടുന്നും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. പിന്നെ ഈ ഒരു ഓൾറെഡി ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ്മെന്റ് തന്നിട്ടുണ്ട്. സോ ഇവിടെയും സ്ട്രോങ് സ്റ്റോപ്പ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഓക്കെ, ഈ നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. പക്ഷെ അത് കുറച്ച് ദൂരെയാണ്. പക്ഷെ എന്നാലും ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഇവിടെയും ബയേഴ്സ്, ത്രീ ലെവൽ ഓഫ് ബയേഴ്സ് സെൻസസിൽ ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആണ്. കാരണം 50% റിട്ടേൺസിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ബയേഴ്സ് ഉണ്ട്. അതുകൂടാതെ 82,000 എന്നുള്ള ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ബയേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഈ ലെവലിലും ബയേഴ്സ് ഉണ്ട്. ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം അടുത്ത ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ അത് കൂടാതെ നമുക്ക് ബിഹേവിയറൽ പാറ്റേണും കൂടെ നോക്കണം. അതായത് ബിഹേവിയറൽ പാറ്റേൺ എന്ന് വെച്ചാൽ പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തെന്നുള്ളത് അതും കൂടെ നോക്കണം. അതായത് ഇവിടെ പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് ചെറിയ സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് വന്നിട്ട് മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, ഒരു നെഗറ്റീവ് സെന്റിമെന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യണ്ട. ഓക്കെ, കാരണം വെച്ചാല് ഡ്രാസ്റ്റിക് ആയിട്ട് മാർക്കറ്റ് താഴെ പോകുന്നു, ഇവിടുന്ന് താഴത്തേക്ക് പോകുന്നു എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ മാർക്കറ്റിൽ സെല്ലേഴ്സിന്റെ ഒരു പെർസ്പെക്റ്റീവ് അവൈലബിൾ ആണ് നിഫ്റ്റിയിലും സെൻസസിലും. കാരണം ഇവിടെ സ്ലൈറ്റ്ലി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. അതായത് ഓപ്പൺ ചെയ്തത് മാർക്കറ്റ് ഇവിടെയാണെങ്കിൽ ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. സോ ഓപ്പണിംഗ് ഇവിടെ, ക്ലോസിംഗ് ഇവിടെ. സോ നോക്കുവാണെങ്കിൽ ഇത് നെഗറ്റീവിലാണ്. ഓക്കെ, അതായത് ഓപ്പണിംഗ് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഇവിടെയാണ്. ഓക്കെ, നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഇവിടെയും ക്ലോസിംഗ് ഇവിടെയാണ്. സോ ഈ ഒരു ലെവൽ ടു ഈ ഒരു ലെവൽ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഫ്ലാറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓപ്പണിംഗിന്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നെഗറ്റീവ് സെന്റിമെന്റ് മാർക്കറ്റ് അവൈലബിൾ ആണ്. ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ സെല്ലേഴ്സിന്റെ ഒരു പെർസ്പെക്റ്റീവ് മാർക്കറ്റിലുണ്ട്. സോ അതുകൊണ്ട് മാർക്കറ്റ് ഡ്രാസ്റ്റിക്കലി താഴെ പോകുന്ന എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ഉള്ളപ്പോഴേക്കും എപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ. പക്ഷെ ഇവിടെ ബയേഴ്സ് ഉണ്ട്, ഇവിടെ കൂടുതലും ബയേഴ്സ് ആണ്. എങ്കിൽ പോലും പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പൊ അത് ആ ഒരു ഐഡിയ എടുത്ത് വെക്കുക. ഈവൻ ദോ ഇവിടെ ബയേഴ്സ് ആയിരുന്നെങ്കിൽ പെർസ്പെക്റ്റീവ് പ്രീവിയസ് ഡേ ബിഹേവിയറൽ പാറ്റേണിന്റെ പെർസ്പെക്റ്റീവ് ബയേഴ്സിനെയാണ് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഡൗൺഫോൾ വന്നതാണ്. പക്ഷെ ഇവിടെ സെല്ലേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ബയേഴ്സും ഉണ്ട്. പക്ഷെ ബയേഴ്സ് ആണ് ഒരു സ്റ്റെപ്പ് കൂടുതലെന്ന് മാത്രം, അതൊന്ന് ഓർത്ത് നോക്കുക. അതേപോലെ സെൻസസ് നോക്കുകയാണെങ്കിൽ സെൻസസിലും പ്രീവിയസ് ഇയർ ഓപ്പൺ ചെയ്തേക്കുന്ന ലെവലിന്റെ താഴെ ഫ്ലാറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ വിൻ വിൻ സിറ്റുവേഷൻ ആണ്. സെല്ലേഴ്സ് അത്ര പക്കയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടെ മൾട്ടിപ്പിൾ ബയേഴ്സിനെയാണ് സെൻസസ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. നിഫ്റ്റിയും ടു ലെവൽ ബയേഴ്സിനെയും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് സെൻസസും 2 to 3 ലെവൽ ഓഫ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേയിൽ ഓപ്പൺ ചെയ്ത് ബിഹേവിയറൽ പാറ്റേൺ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. പ്രീവിയസ് ഡേയിൽ സ്ലൈറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ പോസിറ്റീവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇവിടുന്ന് ഇവിടം വരെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സോ ബയേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. അതുകൂടാതെ ഈ ഒരു ബൗൺസിംഗ് ലെവൽ കണ്ട, അതായത്
മാർക്കറ്റ് ഒരുപാട് നേരം മാർക്കറ്റ് ഈ ലെവല് കൺസോളിഡേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫ്, അതായത് 12 മണി ടു 12:30 സെക്കൻഡ് ഹാഫ് വരെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, റൗണ്ട് നമ്പറും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. സോ ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. അതുകൂടാതെ ബയേഴ്സിന്റെ പ്രീവിയസ് ബിഹേവിയറൽ പാറ്റേൺ നോക്കുകയാണെങ്കിലും ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ അവൈലബിൾ ആയിട്ട്. പിന്നെ ഇവിടുന്ന് ഈ ഒരു മൊമെന്റം കണ്ട് ഈ മൊമെന്റത്തിന്റെ ടോപ്പ് ടു ബോട്ടം വരെ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ 50% റീട്രേസ്മെന്റ് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവൽ കണ്ട് ഈ ഒരു ലെവൽ 50%, 60 to 50% ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവലാണ്. അതിന്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 55,500 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതും കൂടാതെ ബൗൺസിംഗ് ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിന്റെ പെർസ്പെക്റ്റീവ് അവൈലബിൾ ആണ്. ഇവിടെ ഈ ഒരു ലെവലിന്റെ മുകളിൽ ബയേഴ്സ് ഉണ്ട്. ഇവിടെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. കൂടാതെ ഈ ലെവൽ കട്ട് ചെയ്യുമ്പോൾ ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. ഇത് പ്രീവിയസ് ചെയ്ത് ബയേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. സോ 3 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ബാങ്ക് നിഫ്റ്റി അവൈലബിൾ ആണ്. സോ അത് ക്ലിയർ ആണ്. ബാങ്ക് നിഫ്റ്റി ബയേഴ്സിനെയാണ് മൾട്ടിപ്പിൾ തവണ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ബയേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി 3 ഇൻഡെക്സിന്റെയും അനാലിസിസ് നമുക്ക് കിട്ടി. ആരെയാണ് മാർക്കറ്റ് 23rd മാർക്കറ്റിൽ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും നമുക്ക് ഐഡിയ കിട്ടി. സോ ബയേഴ്സിനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുഷ് സൈഡ് ട്രേഡ് എടുക്കും. അതായത് പുഷ് സൈഡ് ട്രേഡ് എടുക്കും. സെല്ലിംഗ് സൈഡിലേക്ക് നമ്മൾ ഡൗൺ സൈഡിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കും. സോ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് പ്രോപ്പർ കൺഫർമേഷൻ വേണം അല്ലെ. സോ അപ്പൊ നമുക്ക് നിഫ്റ്റി തൊട്ട് തുടങ്ങാം. എങ്ങനെയാണ് കൺഫർമേഷൻ വരിക എന്നുള്ളത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്. നിഫ്റ്റി അത്ര സ്ട്രോങ് അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നതല്ല. കാരണം നിഫ്റ്റിയിലും അത്ര സ്ട്രോങ് മൾട്ടിപ്പിൾ കൺഫർമേഷൻ കമ്പയർ ടു സെൻസസ് ആൻഡ് ബാങ്ക് നിഫ്റ്റി കമ്പയർ ചെയ്യുമ്പോഴേക്കും നിഫ്റ്റി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഈവൻ ദോ മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തിട്ട് 50% റിട്രേസ്മെന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു ഉള്ളത് ശരിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും മൾട്ടിപ്പിൾ കൺഫർമേഷൻ അവിടെ, മൾട്ടിപ്പിൾ ബയേഴ്സ് അവിടെ ആക്ടിവേറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇവിടുന്ന് മാത്രം ബയേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇതിന്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളത്. പക്ഷെ സെൻസസ് നോക്കുവാണെങ്കിൽ റൗണ്ട് നമ്പറിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതുകൂടാതെ 50 to 60% റിട്രേസ്മെന്റ് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സെൻസസ് കുറച്ച് എഡ്ജ് കൂടുതലുണ്ട് മാർക്ക് സെൻസസ്. ഓക്കെ, സെൻസസിന് കുറച്ച് എഡ്ജ് കൂടുതലുണ്ട് ബയേഴ്സിന്റെ അല്ല. ഈ ഒരു ലെവലിൽ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. ഈ ഒരു പർട്ടിക്കുലർ നോക്കുവാണെങ്കിൽ, അതായത് മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് എപ്പോഴും ഓർക്കുക, മാർക്കറ്റ് ഒരു സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് മൊമെന്റം തരുമായിരുന്നെങ്കിൽ നമുക്ക് ബയേഴ്സിനെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ബ്രേക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ബ്രേക്ക് എടുക്കാൻ. അതായത് എക്സാമ്പിൾ പറയാം, മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ പോയി മൾട്ടിപ്പിൾ സ്വിംഗ് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുഷ് സൈഡ് ട്രേഡ് എടുക്കാം. ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ക്ലോസിംഗ് പ്രൈസിന്റെ താഴെയെങ്കിലും വെക്കാം ഇങ്ങനെ. സോ പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സോ മാർക്കറ്റ് ഡയറക്റ്റ് തന്നെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യാനാണ് മാർക്കറ്റിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് പാനിക്ക് അവർക്ക് പൊസിഷൻ എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പോലും മാർക്കറ്റ് കൊടുക്കുന്നില്ല. സോ ഡയറക്റ്റ് ഒരു പാനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് വിത്തൗട്ട് കൺഫർമേഷൻ ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ. ഡയറക്റ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, എവിടെയെല്ലാം പീക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിട്ടുണ്ട്, എവിടെ നിന്നൊക്കെയാണോ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, സോ അവിടെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, അണ്ട് ചെയ്യും. അവരുടെ പീക്ക് ലെവൽ വരെ മാർക്കറ്റ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് ഡയറക്റ്റ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് അവർക്ക് ടൈം പോലും കൊടുക്കാതെ ബയേഴ്സിന് ഓൾറെഡി 3 ഇൻഡെക്സിൽ അറ്റ് എ ടൈമിൽ ബയേഴ്സിന്റെ 50% ആക്ടിവേറ്റഡ് ആണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 3 ഇൻഡെക്സ് ഒരേ ലെവലിൽ നിന്ന് തന്നെ ഒരേപോലെ മാർക്കറ്റ് ബയേഴ്സിനെ അല്ലെങ്കിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും മാർക്കറ്റ് വിത്തൗട്ട് കൺഫർമേഷൻ തന്നെ മാർക്കറ്റിൽ ഇനഫ് ബയേഴ്സ് അവൈലബിൾ ആണ്. സോ മാർക്കറ്റിന് ഡൗൺ പോകാനുള്ള ഇനഫ് ബയേഴ്സ് അവൈലബിൾ ആകുമ്പോൾ മാർക്കറ്റ് വിത്തൗട്ട് കൺഫർമേഷൻ മാർക്കറ്റ് ഡൗൺഫോൾ വരും. ഓക്കെ, അതിന്റെ ലോജിക്ക് ഏതാണ്, ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യാനുള്ള ലോജിക്ക് ഏതാണ്. സോ മാർക്കറ്റ് ഇവരെ ഹണ്ട് ചെയ്യാനാണ്, ബയേഴ്സിനെ ഹണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ തന്നെ
മാർക്കറ്റ് ഹണ്ടിങ്, അതായത് ബയേഴ്സിന്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്ന മൊമെന്റം തന്നിരിക്കുന്നതാണ്. സോ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും? പക്ഷെ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടി മാർക്കറ്റ് ബ്രേക്ക്, അതായത് ഇവിടുന്ന് തന്നെ മാർക്കറ്റ് വീണ്ടും ബയേഴ്സിനെ കറന്റ് ഡേയിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൾട്ടിപ്പിൾ കൺഫർമേഷൻ രീതിയിൽ ട്രേഡ് എടുക്കാമായിരുന്നു. അതേപോലെ സെൻസസ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് കറന്റ് ഡേയിൽ മാർക്കറ്റ് ഒരു മൾട്ടിപ്പിൾ സ്വിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു എൻഗൾഫിംഗ് ബെയറിഷ് എൻഗൾഫിംഗ് ചെയ്യാണ്ട് തരുവായിരുന്നെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻ ഇൻ കറന്റ് ഡേയിലും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് കുറിച്ചൊരു ട്രേഡ് എടുക്കാമായിരുന്നു. ക്ലോസിംഗ് പ്രൈസും അല്ലെങ്കിൽ ഈ ഒരു ലെവലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു റൗണ്ട് നമ്പറിന്റെ താഴെയൊക്കെ ടാർഗറ്റ് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഡയറക്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്യുവാണ്? ഡയറക്റ്റ് മാർക്കറ്റ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുവാണ്. സോ അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് അവൈലബിൾ, അതായത് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കമ്പയർ ടു സെൻസസ് നോക്കുകയാണെങ്കിൽ അവൈലബിൾ അല്ല. സോ സെൻസസിൽ തന്നെ ഡയറക്റ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് മൊമെന്റം ആണ് തന്നിരിക്കുന്നത് വിത്തൗട്ട് കൺഫർമേഷൻ. സോ ഈ രണ്ട് ഇൻഡെക്സും നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. രണ്ട് ഇൻഡെക്സും പെർസ്പെക്റ്റീവ് തരുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്താ പറയാ, കൺഫർമേഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ട ഒരു ലെവൽ ഉണ്ടല്ലോ, അവിടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തേക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇന്ന ഒരു പർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോകാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ള രീതി വരുമ്പോഴാണ് നമുക്കവിടെ ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല എന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, ആ ഒരു ഇത് വെച്ചിട്ടുള്ള നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് ബാങ്ക് നിഫ്റ്റിയിൽ പക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റി നോക്കുക, വേണ്ട ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴേക്കും ബാങ്ക് നിഫ്റ്റി ഓൾറെഡി പ്രീവിയസ് ബിഹേവിയർ നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിൽ ക്ലോസ് ചെയ്ത് പോസിറ്റീവില് ക്ലോസ് ചെയ്തേക്കുന്നു. സോ ഈ ഒരു ദിവസം വരുമ്പോഴേക്കും വീണ്ടും മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിൽ പോവില്ല. കാരണം ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്താലും മാർക്കറ്റിന് അധികം മുകളിലേക്ക് പോകാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇങ്ങനത്തെ ലെവലിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് പക്കയായിട്ട് വെക്കാനും ട്രേഡ് ചെയ്യാനും പറ്റത്തെ. കാരണം അധികം ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയത് പ്രീവിയസ് സെയിലും മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ പോസിറ്റീവ് ക്ലോസ് ചെയ്തത്. സോ ആ മൊമെന്റ് മാർക്കറ്റ് കറണ്ട് ഡേയിൽ റിപ്പീറ്റ് ചെയ്തില്ല, അഥവാ ആ മൊമെന്റ് റിപ്പീറ്റ് ചെയ്താൽ മാർക്കറ്റ് അധികം നേരം സസ്റ്റെയിൻ ചെയ്തില്ല. കാരണം മൾട്ടിപ്പിൾ ബയേഴ്സ് ഓൾറെഡി ആക്ടിവേറ്റഡ് ആണ്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും? ലിക്വിഡിറ്റി അവൈലബിൾ ആവും, മാർക്കറ്റ് റിവേഴ്സ് ആവും. സോ ഇങ്ങനത്തെ സിനാരിയോ വരുമ്പോൾ, അതായത് അതുകൂടാതെ മുകളിൽ വേറെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് ക്ലിയർ ആണ്. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇല്ല എന്നുള്ളത് ക്ലിയർ ആണ്. സോ ഈ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ. ഇൻ കേസ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ മുകളിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കയറി ട്രിഗർ ആവും. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതും ടാർഗറ്റ് ടച്ച് ചെയ്യാൻ പറ്റാത്തത്. കാരണം സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണെങ്കിൽ, അതായത് ഇവിടുന്ന് മാർക്കറ്റ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് താഴെ വരുന്നെങ്കിൽ, ഇവിടെ സെല്ലേഴ്സ് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഇതിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഗ്രാബ് ചെയ്യും. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പൊ മാർക്കറ്റിൽ ഡൗൺ സൈഡ് പോകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. സോ നമുക്ക് വേണ്ടത് സ്റ്റോപ്പ് ലോസ് ആണ്. എവിടെയാണ് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ സെല്ലേഴ്സിന്റെ സൈഡിലേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാർക്കറ്റിൽ ആക്ച്വലി സെല്ലേഴ്സിനെയാണ് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ട് താഴെ, സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് താഴെ വരുമ്പോഴേക്കും സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മുകളിൽ അവൈലബിൾ ആകുവാണെങ്കിൽ മാർക്കറ്റ് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. സോ അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും? ഒരു ഹിറ്റ് ചെയ്യും. സോ നമുക്ക് വേണ്ടത് മൾട്ടിപ്പിൾ തവണ ബയേഴ്സിന്റെ സ്റ്റോപ്പ്, ഇപ്പൊ ഡൗൺ സൈഡ് ആണ് പോകേണ്ടതെങ്കിൽ മൾട്ടിപ്പിൾ തവണ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എടുത്ത് നിൽക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, മാർക്കറ്റ് ഇനി സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ല എന്നുള്ളൊരു സിനാരിയോയും ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസും മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയി എന്നൊരു സിനാരിയോ വരുമ്പോൾ വേണം നമുക്ക് ട്രേഡ് എടുക്കാൻ ഡൗൺ സൈഡിന്റെ. സോ ഓക്കെ, ആ വീഡിയോ ഒന്നുകൂടെ കേട്ടാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ അപ്പൊ നമ്മൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റ് എന്ത് ചെയ്തു? അതേ ലെവലിൽ തന്നെ, അതായത് 50 to 60% റീട്രേസ്മെന്റ് ലെവലും പിന്നെ പ്രീവിയസ് ഡേയിലെ ബൗൺസിംഗ് ലെവലിൽ നിന്ന് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ഗ്രീൻ ക്യാൻഡിൽ നിന്നും, അതുകൂടാതെ ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ വിക്ക് എന്ത് ചെയ്തു? 55,500 എന്നുള്ള റൗണ്ട് നമ്പർ ബ്രേക്ക് ചെയ്തു.
സോ ഇവിടെയും വീണ്ടും മൾട്ടിപ്പിൾ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. ഓൾറെഡി മാർക്കറ്റ് മൾട്ടിപ്പിൾ ബയേഴ്സിനെ ആക്ടിവേറ്റഡ് ആണ്. ഈ മാർക്കറ്റ് എന്ത് ചെയ്ത് ഈ റൗണ്ട് നമ്പറും ബ്രേക്ക് ചെയ്ത് ഓൾറെഡി പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് ബിഹേവിയറൽ പാറ്റേൺ നോക്കുവാണെങ്കിൽ, അതായത് പ്രീവിയസ് ഡേയിലെ ബിഹേവിയറൽ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇത് പ്രീവിയസ് ഡേയിലെ ബിഹേവിയറൽ പാറ്റേൺ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സോ അതുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്യില്ല. അത് കൺഫേം ആണ്. അത് റൗണ്ട് നമ്പറും കൂടെ ബ്രേക്ക് ചെയ്ത്, പക്ഷെ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് റീസൺ അതാണ്. പ്രീവിയസ് ഡേയിലെ ബിഹേവിയർ പാറ്റേൺ കണ്ടുകൊണ്ട് റൗണ്ട് ക്ലോസിംഗ് പ്രൈസും ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് മൾട്ടിപ്പിൾ ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. ഓൾറെഡി പ്രീവിയസ് ഡേയിൽ മൾട്ടിപ്പിൾ ബയേഴ്സിന് ആക്ടിവേറ്റഡ് ആണ്. സോ ഈ ഒരു റെഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. റെഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. കാരണം അവിടെ വേറെ കൺഫർമേഷൻ നോക്കേണ്ട കാര്യമില്ല. അവിടെ ഓൾറെഡി ക്ലിയർ ആണ് മാർക്കറ്റിൽ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു റൗണ്ട് നമ്പറിന്റെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാം. 100 പോയിന്റ്സ് എടുത്ത് സ്റ്റോപ്പ് ലോസും 100 പോയിന്റ്സ് എടുത്ത് ടാർഗറ്റും നോക്കാം. ബാങ്ക് നിഫ്റ്റി പക്ക നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഈവൻ ദോ പറയുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്താണ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് ഞാൻ പറഞ്ഞു, അത് ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിനാണ് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും പിന്നെ ഇവിടുന്ന് ഈ ഒരു 50% റിട്രേസ്മെന്റ് ലെവലിൽ നിന്നും പിന്നെ അതുകൂടാതെ റൗണ്ട് നമ്പറിൽ നിന്നും മൾട്ടിപ്പിൾ സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കമ്പയർ ടു അതർ 2 ഇൻഡെക്സസ്. ഓക്കെ, അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള ഫോൾ നടത്തിയിട്ട് പക്കായിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. കണ്ടോ, സ്ട്രോങ് ഫാൾ നടത്തി മാർക്കറ്റ് നല്ല രീതിയിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷെ ബാക്കി 2 ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ, സെൻസസും നിഫ്റ്റിയും നോക്കുവാണെങ്കിൽ സെൻസസും നിഫ്റ്റിയും നോക്കുവാണെങ്കിൽ 24th മാർക്കില്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള ഫോളൊന്നും നടന്നിട്ടില്ല മാർക്കറ്റ്. കണ്ടോ, മാർക്കറ്റ് ഏകദേശം ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്ത് ആ ലെവലും ബ്രേക്ക് ചെയ്ത്, അതായത് ആ ലെവലിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലെവലിന്റെ താഴെ ഈ ഒരു ലെവലിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. ആ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിൽ പോയി കൺസോളിഡേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. അതായത് നിഫ്റ്റിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല ആക്ച്വലി. ഈ ആകെ അവൈലബിൾ ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെയായിരുന്നു. സോ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ ലെവൽ ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിൽ പോയി കൺസോളിഡേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. സെൻസസ് നോക്കുവാണെങ്കിൽ ഓക്കെ, സെൻസസും അതുപോലെ തന്നെ കേട്ടോ. സെൻസസിൽ കുറച്ചുകൂടെ നിഫ്റ്റി കമ്പയർ ടു നിഫ്റ്റി സെൻസസ് കുറച്ചുകൂടെ ഡൗൺഫോൾ നടന്നിട്ടുണ്ട് കേട്ടോ. സെൻസസിൽ ഇവിടെ ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അതുകൂടാതെ 82,000 റൗണ്ട് നമ്പറിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് മാർക്കറ്റ് നല്ല കുറച്ചുകൂടെ നിഫ്റ്റിനേക്കാൾ കുറച്ചുകൂടെ വൈഡ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിഫ്റ്റി ഇത് കണ്ടോ, നിഫ്റ്റി അധികം ഫോളോ നടത്തിയിട്ടില്ല. പക്ഷെ സെൻസസ് ഫോളോ നടത്തി ഏകദേശം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതായിരുന്നു 24th മാർക്കിന് അനാലിസിസ്. ബാക്കി 2 ഇൻഡെക്സിൽ നമുക്ക് ട്രേഡ് വരത്തില്ല. പക്ഷേ ഇനി സെൻസസിൽ വീണ്ടും നമുക്ക് ട്രേഡ് ചെയ്യാമായിരുന്നു. കാരണം ഇവിടെ ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ട്. സോ ഇതിന്റെ നിയർ ബൈ വരുമ്പോഴേക്കും ഇവിടെ ഒരു കൺസോളിഡേഷൻ നടന്നിരുന്നെങ്കിൽ ആ കൺസോളിഡേഷൻ കണ്ടുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു പുഷ് സൈഡിലേക്ക്. പക്ഷെ ഇവിടെ കൺസോളിഡേഷൻ പോലും നമുക്ക് തന്നിട്ടില്ല. ചെറിയൊരു ഹോൾഡ്, ഈ ഒരു ക്യാൻഡിൽ ചെറിയൊരു ഹോൾഡ് തന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു കൺസോളിഡേഷൻ നമുക്ക് തന്നിട്ടില്ല. ആ ഒരു കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഡയറക്റ്റ് ട്രേഡ് എടുക്കാൻ. കാരണം ഒരു പർട്ടിക്കുലർ ലെവലിൽ ടാർഗറ്റ് ചെയ്തിട്ട് നിയർ ബൈ സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് ലെവലിന്റെ നിയർ ബൈ വരുന്നതോറും അവിടുന്ന് കൺസോളിഡേഷൻ നടക്കുവാണെങ്കിൽ അവിടുന്ന് വീണ്ടും ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. സോ അങ്ങനെ കൺസോളിഡേഷൻ വരുമായിരുന്നു നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷെ കൺസോളിഡേഷൻ വന്നില്ല, ഡയറക്റ്റ് മൂവ്മെന്റ് ആണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ. പക്ഷെ ബാങ്ക് നിഫ്റ്റി നമ്മൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടെ വിത്ത് കൺഫർമേഷൻ തന്നു, റെഡ് ക്യാൻഡിൽ നിന്നു. കാരണം ഇവിടുന്ന് ഓൾറെഡി ഈ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് തന്നു, റൗണ്ട് നമ്പറും ബ്രേക്ക് ചെയ്തു, ഓൾറെഡി ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഇന്ന് റെഡ് ക്യാൻഡിൽ കിട്ടുമ്പോൾ ഇവിടുന്ന് ഇത് കണ്ടോ, ഈ സ്ട്രോങ് റെഡ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയതുകൊണ്ട് ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്തു. സോ അതായിരുന്നു 24th മാർക്കിൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ട്രേഡേഴ്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത അനാലിസിസ് വീഡിയോ കാണാം. ബൈ.